ഹായ്. അങ്ങനെ LGSന്റെ രണ്ടാം ഘട്ടം നടന്നിരിക്കുകയാണ്. കണ്ണൂർ, മലപ്പുറം, പത്തനംതിട്ട, ഇടുക്കി ഈ ജില്ലകളിലേക്കുള്ള LGS കഴിഞ്ഞു. അപ്പോൾ ഒന്നാം ഘട്ടത്തേക്കാൾ കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു രണ്ടാം ഘട്ടം. ഒന്നാം ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് നിലവാരം കൂടിയ കുറച്ച് ടഫ്നെസ് ഉള്ള ചില ചോദ്യങ്ങൾ ഈ ഒരു രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതേസമയം ഒന്നാം ഘട്ടത്തേക്കാൾ കുറച്ചൊരു കട്ട് ഓഫ് കുറയാനൊക്കെ സാധ്യതയുള്ളൊരു എക്സാമാണിത്. ഇവിടെയും ഒന്നാം ഘട്ടം പോലെ തന്നെ SCRTക്ക് നല്ല പ്രാധാന്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഘട്ടത്തിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് 20 മാർക്കും മാത്സ് 20 മാർക്ക് ഒഴിച്ചു നിർത്തിയാൽ GK ഉള്ളത് 60 മാർക്കാണ്. അതിൽ കേരള ഭൂമിശാസ്ത്രം SCRTയിൽ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ 50 മാർക്കാണ്. അതിൽ 36 ചോദ്യങ്ങൾ ഒന്നാം ഘട്ടത്തിൽ SCRTയിൽ നിന്നായിരുന്നു. പക്ഷെ ഇവിടെ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് 41 ചോദ്യങ്ങളിലേക്ക് വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആകെ 50 ചോദ്യങ്ങൾ ആ ഒരു ഏരിയയിലുള്ളതിൽ 41 ചോദ്യങ്ങളും SCRTയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു ചോദ്യം പുതിയ SCRT പുസ്തകത്തിൽ നിന്ന് വന്നു. ഇത് ഇതേപോലെ തന്നെയാണ് ഒന്നാം ഘട്ടത്തിലും. ഞാൻ അവിടെ പറഞ്ഞതാണ് നിങ്ങളോട്, ഒന്നാം ഘട്ടം പരീക്ഷ നടന്നപ്പോൾ 9ാം ക്ലാസ്സിലെ ജീവൽ പ്രക്രിയകളിലേക്ക് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ച ബാക്ടീരിയ എസ്കറിഷ്യ കോളിയെ കുറിച്ച് ചോദിച്ചു. ആ ചാപ്റ്റർ അത് നന്നായിട്ട് പഠിക്കാനും അവിടെ നിന്ന് ചോദ്യം ഇനിയും വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അതേപോലെ തന്നെ ആ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്ലാസ്മോഡെസ്മേറ്റ അല്ലെ, കോശദ്രവ്യപാത. രണ്ട് കോശങ്ങൾക്കിടയിലുള്ള ആ കോശങ്ങളിൽ നിന്ന് ഒരു അടുത്തടുത്ത രണ്ട് കോശങ്ങൾക്കിടയിലുള്ള ആ കോശദ്രവ്യപാത എന്താണ് പ്ലാസ്മോഡെസ്മേറ്റ, ആ ഒരു ചാപ്റ്ററിൽ തന്നെ വന്ന ചോദ്യമാണ്. അപ്പോൾ പുതിയ SCRTയിൽ നിന്ന് ചെറിയ രീതിയിൽ ചോദ്യങ്ങൾ ഇട്ട് തുടങ്ങി എന്നുള്ള വസ്തുത നമ്മൾ ഓൾറെഡി ചൂണ്ടിക്കാണിച്ചതാണ്. ഇനിയും അടുത്ത ഘട്ടങ്ങളിലും പരീക്ഷകളിലും വരും. ഈ ചാപ്റ്റർ വരും, മറ്റുള്ള ചാപ്റ്ററുകളിൽ നിന്നും വരാനുള്ള സാധ്യത ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷ നോക്കുകയാണെങ്കിൽ ഇവിടെ GK മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ GK പ്ലസ് കറണ്ട് അഫയേഴ്സ് 80 മാർക്കിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ 30ഓളം ചോദ്യങ്ങൾ വളരെ ഈസി ചോദ്യങ്ങളായിരുന്നു. 22 ചോദ്യങ്ങൾ ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ 28ഓളം ചോദ്യങ്ങൾ നല്ല ടഫ് ക്വസ്റ്റ്യൻസ്. അതായത് ഒരു LGS നിലവാരത്തിൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ സ്ഥിതി വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കേൾക്കുന്ന LDCക്ക് വേണ്ടി കണഞ്ഞു പരിശ്രമിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു പക്ഷേ ഇത്രയും ടഫ്നെസ് ഉണ്ടോ എന്നൊക്കെ തോന്നിയേക്കാം. അതേപോലെ +2 ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷയൊക്കെ നോക്കുന്ന ആളുകൾ ചുമ്മാ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയേക്കാം. പക്ഷെ എന്താണ്, ഒരു LGS ഉദ്യോഗാർത്ഥിയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുന്ന സമയത്ത് ഇതാണ് സ്ഥിതി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത്, അതേപോലെ മാത്സിൻ്റെ കാര്യം കൂടെ നോക്കിയിട്ട് ഒരു ഈസി ക്വസ്റ്റ്യൻ 7, ആവറേജ് 6, ടഫ് 7. ഇത് 20 ക്വസ്റ്റ്യനും 20 മാർക്ക് നേടാൻ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പറ്റും. അതേപോലെ LDC അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയൊക്കെ നോക്കുന്ന സ്റ്റാൻഡേർഡുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പറ്റും. പക്ഷെ നമ്മളൊരു LGS ഉദ്യോഗാർത്ഥിയുടെ കണ്ണിൽ വെച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു വിലയിരുത്തൽ 7, 6, 7 എന്ന് പറയുന്നത്. അതായത് 8 ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു LDCക്ക് നന്നായിട്ട് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇവിടെ ടഫ് ക്വസ്റ്റ്യൻസേ ഇല്ല സത്യത്തിൽ. പക്ഷേ ഈ ഒരു സ്റ്റാൻഡേർഡിൽ വേണം നമ്മളൊരു പരീക്ഷ നോക്കിക്കാണാൻ എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ 80ഉം 20ഉം 100 മാർക്കിൻ്റെ ഈ ഒരു പരീക്ഷയിൽ 37 ചോദ്യങ്ങൾ വളരെ ഈസിയാണ്. ദെൻ 28 ചോദ്യങ്ങൾ ആവറേജ് ആണ്. ദെൻ 35 ചോദ്യങ്ങൾ എന്താണ്, നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു 65ഓളം ചോദ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ നല്ല ഒരു റാങ്ക് നേടാൻ പ്രാപ്തനായിട്ടുള്ള ഒരു ആവറേജ് ഉദ്യോഗാർത്ഥി, നല്ല രീതിയിൽ പഠിച്ച പെർഫോം ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ 65 മാർക്കൊക്കെ സുന്ദരമായിട്ട് നേടാൻ പറ്റേണ്ടതാണ്. പിന്നെ പരീക്ഷാ ഹാളിലെ സമ്മർദ്ദം, പിന്നെ അയാൾ എന്താണ് ലോജിക്കൽ അപ്രോച്ചിലൂടെ കൂടുതലായിട്ട് നേടുന്ന മാർക്കുകൾ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒരു ഉദ്യോഗാർത്ഥി നേടുന്ന മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതിനെ ആശ്രയിക്കുന്നത്, അത് പല കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ സ്ഥിതി വെച്ചിട്ട് ഒരു ഏകദേശം ഈ കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 64നും 70നും ഇടയിലുള്ള ഒരു കട്ട് ഓഫ് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ ഇടുക്കി, പത്തനംതിട്ട കുറച്ച് അതിനേക്കാളും കുറവ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു 60 മുതൽ 65 വരെ അല്ലെ, 60 to 66 വരെയൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്കാക്കാം. ഈ രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്താണ്, ഇത് എൻ്റെ മാത്രം തോന്നലാണ്, എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തോന്നലാണ്. ഇതിവിടെ നിങ്ങളെ സംബന്ധിച്ച് ഈ മാർക്ക് അത് കൂടുതലാണെങ്കിൽ അവിടെ നിങ്ങളുടെ കല്ലേറ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സംബന്ധിച്ച് നിങ്ങളുടെ മാർക്ക് എന്താണ് കുറവാണെങ്കിൽ അല്ലേ, ഈ രണ്ട് രീതിയിലായാലും കൂടുതലായാലും കുറവായാലും നിങ്ങളുടെ ഒരു പൂച്ചണ്ട് പൂമാലയും ഒന്നും എനിക്ക് വേണ്ട, കല്ലേറും ഞാൻ ഇതിൽ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇത്തരം വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ വളരെ കോപാകുലരായിട്ട് മാറാറുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ട് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതെ നിൽക്കുന്ന സമയത്ത് കൂടിയ മാർക്ക് പറയുന്ന ഒരു അധ്യാപകൻ, ഇപ്പം ഞാനെന്നല്ല ഏതൊരു അധ്യാപകനായാലും എല്ലായിടത്തും നമ്മളത് കാണുന്നുണ്ട്, എല്ലാ ചാനലിലും കാണാറുണ്ട്. അപ്പോൾ അവിടെ ചെറിയ അഭിഷേകം നടത്തുക എന്നുള്ളത് നമുക്ക് തൽക്കാലത്തേക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തീരുന്ന ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ അങ്ങനെയെങ്കിലും തീരട്ടെ, നമുക്കത് പ്രശ്നമല്ലല്ലോ. ഓക്കെ, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീരെങ്കിൽ അങ്ങനെ തീരട്ടെ എന്ന് ആശ്വസിക്കാം. അതല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമില്ല. മറ്റു പരീക്ഷകൾക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ LGS പരീക്ഷയ്ക്കുള്ള ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് നിങ്ങൾ
മറ്റൊരു സ്റ്റാൻഡേർഡിൽ അളക്കരുത്. അതായത് ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന അവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതേപോലെ ഇതിനെ കാണരുത്. പക്ഷേ LDCയുടെ നിലവാരത്തിലേക്ക് ഏകദേശം എത്തിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് എന്ന് പറയുകയും ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് കട്ട് ഓഫ് കുറയും എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.